ഹലോ ഗൈസ്, വെൽക്കം ടു പാർട്ട് 2 ഓഫ് കൊൽക്കുമല വ്ളോഗ്. ഗൈസ് നമുക്കിപ്പോൾ തോന്നുന്നു നമ്മളെ ഫസ്റ്റ് തോന്നുന്നു അപ്പം തന്നെ അവിടെ തോന്നും നമ്മളെ സൈഡ് അങ്ങനെ 3 മണിക്ക് എഴുന്നേറ്റ് റെഡിയായി ഫ്രഷായി നമ്മളിത് ആ ജീപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫസ്റ്റ് ജീപ്പ് തന്നെ കിട്ടിയായിരുന്നു കേട്ടോ. ഫസ്റ്റ് ജീപ്പിൽ കയറുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും പിന്നെ റഷാവും. അപ്പോൾ നമ്മളവിടെ എത്താൻ വൈകും. നമുക്കൊരു 1 hour ട്രക്കിംഗ് ഉണ്ട് കൊളുക്കുമലയിലേക്ക്. അപ്പോൾ അതാണെങ്കിൽ നല്ല ഓഫ് റോഡാണ്. നമ്മളങ്ങനെ ട്രക്ക് ചെയ്ത് ഒരു 5-5:15 ആയപ്പോഴത്തേക്കും മേളിലെത്തി. 8000 feet മേളിലാണ് നമ്മൾ. അവിടെ നിന്ന് പിന്നെ നമുക്ക് ഒരു 100-200 മീറ്റർ എന്തോ നടക്കാനുണ്ട് മേളിലേക്ക്. ഞങ്ങൾ ചെന്നപ്പോൾ ഇതായിരുന്നു കേട്ടോ അവസ്ഥ, ഇരുട്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഷെയ്ഡ് മാറി വന്നുകൊണ്ടിരിക്കുന്നു. ഗൈസ്, ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ മൗണ്ടൈൻ്റെ മേളിൽ നിന്ന് സൺറൈസ് കാണുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിങ്ങനെ ഓരോ ഷെയ്ഡ് മാറി കണ്ട് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. പിന്നെ അന്ന് സൺറൈസ് എന്ന് പറഞ്ഞാൽ ഒരു 6:45 ടൈമിലായിരുന്നു സൺറൈസ് ഉണ്ടായിരുന്നത്. പിന്നെ ക്ലൗഡ് ബെഡ് ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. കോടയായിരുന്നു, നല്ലോണം കോട ഉണ്ടായിരുന്നു. അതുകൊണ്ട് ക്ലൗഡ് ബെഡ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ സൺറൈസ് വാസ് അടിപൊളി, നൈസായിരുന്നു. ഒരു വ്യൂ ഇതിൻ്റെ മുകളിൽ നിന്ന് ഈ ഒരു മൗണ്ടൈൻ്റെ വ്യൂവും നല്ല അടിപൊളിയായിരുന്നു. ഫുള്ളൊരു ഗോൾഡൻ ഷെയ്ഡായിരുന്നു കേട്ടോ ആ മലയുടെ മുകളിൽ. അങ്ങനെ നമ്മളിതാ തിരിച്ച് അവിടെ നിന്ന് ട്രക്ക് ചെയ്ത് താഴെ എത്തുകയാണ്. ട്രക്കിങ്ങിൻ്റെ വഴിയൊക്കെ ഞങ്ങൾ ഇപ്പോഴാണ് ശരിക്കും കാണുന്നത്. കാരണം വെളുപ്പിനെ പോയപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റുന്നുണ്ടായില്ല. ഫുൾ ഓഫ് റോഡാണ്, നല്ല രീതിക്ക് ഓഫ് റോഡാണ്. പക്ഷേ ഒരു വൈബ് ഉണ്ടായിരുന്നു, എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പോണ വഴിയും ഈ വ്യൂ എല്ലാം നല്ല അടിപൊളി, എല്ലാം നല്ല ഫോട്ടോഗ്രാഫിക് പ്ലേസാണ് കേട്ടോ. ഇവിടെ നിന്ന് നമുക്കൊരു 5-6 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ക്യാമ്പിലേക്ക്. അങ്ങനെ ക്യാമ്പിലെത്തി നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തു 11:30 ആയപ്പോഴത്തേക്കും. അങ്ങനെ നമ്മളിതാ സൂര്യനെല്ലിക്ക് പോവാണ്. അവിടെ നിന്ന് നമുക്ക് ഒരു 1 മണി 1:30 ആയപ്പോഴത്തേക്കും ഒരു സൂപ്പർ ഫാസ്റ്റ് കിട്ടി നേരെ കോതമംഗലത്തെത്തി. അപ്പോൾ അത്രേ ഉള്ളൂ.